ദാരിദ്ര്യത്തെ ആരും ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നല്ലോണം അധ്വാനിക്കണം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഇപ്പൊ പിന്നെ ഞാൻ പണിക്കൊന്നും പോണില്ല, ചെറുക്കന്മാരിപ്പോ 2 എണ്ണം അപ്പുറത്തുണ്ട്, ഒരാൾ ഇപ്പുറത്തുണ്ട്, പിന്നെ ഇപ്പൊ ഞാൻ പിന്നെ ഒന്നും പോണില്ല അറിയും. എന്റെ അഭിപ്രായം എങ്ങനെ വെച്ചാല്, ജോലി ഉള്ളിടത്തോളം കാലം ജോലി ചെയ്യണം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ജോലി ഉള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യണം. ആരാ അൻ്റെതിനെ ആശ്രയിക്കരുത്, അത് അവനാൻ്റെ മക്കളാണെങ്കിലും ശരി. വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കണവരെ ഞങ്ങൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനൊരു കാരണമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം വരുമാനത്തിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് അറിയാതെ പോയതാണ്. നമ്മളെ വിചാരം മുതൽ എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊടുക്കാൻ, അതേമാതിരി ചോറ് കഴിക്കാൻ, അതേമാതിരി കോഴി വാങ്ങാൻ ഒക്കെ ഉള്ളതാണ് പൈസ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ പ്രശ്നം പറ്റിയത്. ഭക്ഷണത്തിന് ശരിക്കും പൈസ വേണ്ട. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ വൈകുന്നേരം എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്, പത്തിരി. അള്ളാഹു ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. പിസ്കണ്ട ആമീൻ പറഞ്ഞോളി. അള്ളാഹു ഭക്ഷണം തന്നവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കട്ടെ. എനിക്കിന്നിപ്പോൾ വൈകുന്നേരത്തെ എന്തൊക്കെയാ ഭക്ഷണം എന്ന് അറിയങ്ങൾ, ചപ്പാത്തി, പത്തിരി, വെള്ളറക്കിക്കോളി, ദോശ, കോഴി, ആട്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ചെന്നൈക്കിന് മുന്തിരി ജ്യൂസ്. ഒറ്റ പൈസൻ്റെയും ചിലവില്ല. തിന്നാൻ പൈസ വേണ്ട. അത് നമുക്ക് വെറുതെ അബദ്ധം പറ്റിയതാണ്. ഭക്ഷണത്തിന് പൈസ ഉണ്ടല്ലോ, തൗഫീഖ് ഉണ്ടാവുകയാണ് പ്രധാനം. തൗഫീഖ് ഉണ്ടെങ്കിൽ സമയാസമയം സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ അരിക്കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല, ചങ്ക് കൂടെ കീപ്പട്ടണ്ട് പോവില്ല. 3 മാസമായി വാപ്പ അന്നം വെള്ളം ഇറങ്ങാതെ ആശുപത്രി കിടക്കാൻ തുടങ്ങിയിട്ടെന്ന് കുട്ടികൾ 4 ആളോട് പറയുന്നുള്ളതല്ലാതെ ചങ്ക് കൂടെ കീപ്പട്ടണ്ട് ഇറങ്ങൂല. തൗഫീഖാണ് വളരെ പ്രധാനം. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പൈസ വേണ്ട. പിന്നെ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ആശുപത്രി കൊടുക്കാൻ. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് ഒരാളുണ്ടായിരുന്നു, ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ ഞങ്ങളിങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയും, കാര്യം പറയും, ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ മിസ്കീനാവാൻ വേണ്ടി ദ്വാരന്നിട്ടുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅശ്റുനി ഫീ സുംറത്തിൽ മസാകീൻ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും മിസ്കീന്മാരാക്കി തരട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അതിൽ മൂപ്പരിനോട് പറഞ്ഞു, ഉസ്താദെ അങ്ങനെ പറയരുത് കേട്ടോ, ഒരാശുപത്രി കേസ് വന്നാൽ നമ്മൾ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. ആ ആശുപത്രി കേസ് വരാതിരുന്നാ പോരെ, അതാണല്ലോ ആലോചിക്കേണ്ടത്.